ശ്രീമദ് ഭഗവത്ഗീത 1-ാം അധ്യായം അർജുന വിഷാദയോഗം ശ്ലോകം 5. ദൃഷ്ടകേതുശ്ച ഗീതാനഃ കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവഃ. ഇവിടെ 5-ാം ശ്ലോകത്തിൽ ദുര്യോധനൻ ദ്രോണാചാര്യരെടുത്ത് പാണ്ഡവ സൈന്യത്തിലെ ശൂരന്മാരെ അക്കമിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ 5-ാം ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന ധീരന്മാർ ഇവരെല്ലാമാണ് ദൃഷ്ടകേതുവും ചേകിതാനനും വീര്യവാനായ കാശിരാജാവും പുരുജിത്തും കുന്തിഭോജനും രാജശ്രേഷ്ഠനായ ശൈബ്യനും ഉണ്ട് എന്നാണ്. ചേതി രാജാവാണ് ഈ ദൃഷ്ടകേതു. ഈ ദൃഷ്ടകേതു എന്ന വാക്കിനർത്ഥം തന്നെ ശത്രുക്കളെ ഭയപ്പെടുത്തുന്ന കൊടിയടയാളമുള്ളയാൾ എന്നാണ്. പിന്നെ ചികിതാനന്റെ പുത്രനാണ് ചേകിതാനൻ. പിന്നെ യുദ്ധത്തിൽ അനേകം പേരെ ജയിക്കാൻ കഴിവുള്ള ആളാണ് പുരുജിത്ത്. ഇനി ഭഗവാൻ കൃഷ്ണനും കുന്തിയും തമ്മിലൊരു ബന്ധമുണ്ട്. അതായത് ഭഗവാൻ കൃഷ്ണന്റെ പിതാവായ വസുദേവനും പാണ്ഡവന്മാരുടെ മാതാവായ കുന്തിയും ശൂരസേനന്റെ മക്കളാണ്. എന്നാൽ ഈ ശൂരസേനൻ തൻ്റെ മകളെ കുന്തിഭോജന് ദത്തു കൊടുക്കുന്നുണ്ട്. അപ്പം ആയത് കണ്ട് തന്നെ ഭഗവാൻ കൃഷ്ണൻ കുന്തിയുടെ സഹോദരന്റെ മകനാണ്. ഈ ഒരു ബന്ധമുള്ളപ്പോൾ ഭഗവാൻ കൃഷ്ണൻ പിന്നെ പാണ്ഡവരോടൊപ്പം അല്ലാതെ മറ്റാരോടൊപ്പമാണ് നിൽക്കുക? അതിനോടൊപ്പം ഇവിടെ ശൈബ്യൻ എന്ന് പറയുന്നത് ഒരു മഹാത്യാഗിയായ ശിബി ചക്രവർത്തിയുടെ വംശത്തിൽ ജനിച്ച ഒരു രാജാവാണ്. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ നിന്നും നമുക്ക് ലൈഫ് ലെസണായിട്ട് എടുക്കാൻ കഴിയുന്നത് സത്യത്തെ നിലനിർത്താതെയുള്ളതായ നമ്മുടെ ഓരോ ദൈനംദിന പ്രവർത്തികൾക്കും എതിരെ ദൈവവും ദൈവത്തിൻ്റെ ആൾക്കാരും നമ്മെ പരാജയപ്പെടുത്താനായി നമ്മുടെ മുന്നിൽ വ്യൂഹമായി നിലനിൽക്കുന്നതായിരിക്കും എന്നത് സാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. We've been waiting for so